ആഗോള കത്തോലിക്കാ സഭയുടെ ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി ജനുവരി 24 മുതൽ 26 വരെ വത്തിക്കാനിൽ മാധ്യമപ്രവർത്തകരുടെ ജൂബിലി ആഘോഷം നടത്തപ്പെട്ടു. 137 രാജ്യങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ വൈവിധ്യമാർന്ന രീതിയിൽ സംഘടിപ്പിച്ച ഈ ജൂബിലി സംഗമത്തിൽ പങ്കുചേർന്നു. വത്തിക്കാൻ മാധ്യമ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഫെയ്ത്ത് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഡിജിറ്റൽ വേൾഡ് എന്ന വിദഗ്ധ പരിശീലന കോഴ്സിൽ പങ്കെടുത്തവരുടെ സംഗമവേദി കൂടിയായിരുന്നു ഈ ഒത്തുചേരൽ. ജോൺ ലാറ്ററൻ ബസിലിക്കയിലെ അനുതാപ പ്രാർത്ഥനയെ തുടർന്ന് മാധ്യമപ്രവർത്തകരുടെ സ്വർഗീയ മധ്യസ്ഥനായ ഫ്രാൻസിസ് ഡി സാലസിന്റെ തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തോടെ മാധ്യമപ്രവർത്തകർ ജൂബിലിയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. പരിഹാര ശുശ്രൂഷയുടെ ഭാഗമായി ബസിലിക്കയുടെ ഇരുവശങ്ങളിലും തയ്യാറാക്കിയിരുന്ന കുമ്പസാര കൂടുകളിലേക്ക് നീങ്ങുന്ന മാധ്യമപ്രവർത്തകരുടെ നിരകൾ ഈ ചടങ്ങിലെ സ്മരണാർഹമായ ഒരു ചിത്രമായിരുന്നു. റോമാരൂപതയുടെ പേപ്പൽ വികാരി കാർഡിനൽ ബാൽദസാറെ റെയ്ന മുഖ്യ കാർമ്മികത്വം വഹിച്ച പരിശുദ്ധ കുർബാനയിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള മെത്രാന്മാരും മെത്രാപ്പോലിത്തമാരും കർദിനാൾമാരും സന്നിഹിതരായിരുന്നു. ജനുവരി 25 ശനിയാഴ്ച രാവിലെയായിരുന്നു വിശുദ്ധ വാതിലിലൂടെയുള്ള പ്രവേശനം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻപിലുള്ള അതിവിശാലമായ കൊൺചിലിയാസിയോനെ പാതയിൽ തീർത്ഥാടകർക്കായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള നടപ്പാതയിലൂടെ കുരിശുമേന്തിയാണ് മാധ്യമപ്രവർത്തകരെത്തിയത്. വിശുദ്ധ വാതിലിലൂടെ പ്രാർത്ഥനാപൂർവ്വം നീങ്ങിയ തീർത്ഥാടകർ പ്രൗഢഗംഭീരമാർന്ന ബാൽഡക്കിനോയ്ക്ക് സമീപമുള്ള വിശുദ്ധ പത്രോസിന്റെ ശിലയ്ക്ക് സമീപം ആശീർവാദം സ്വീകരിച്ചു. അതിനുശേഷം മുഖ്യപരിപാടികൾ സംഘടിപ്പിച്ചിരുന്ന പോൾ ആറാമൻ ശാലയിലേക്ക് എല്ലാവരും നീങ്ങി. ലോകപ്രശസ്തിയായ ഫിലിപ്പൈൻസ് എഴുത്തുകാരി മരിയ റൈസ് മാധ്യമ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ശക്തമായ ഒരു പ്രഭാഷണം നടത്തി. അതിനുശേഷം വിഖ്യാത എഴുത്തുകാരൻ മാക് മോഹന്റെ വാക്കുകളും ഒരു സംഗീത വിരുന്നുമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മാധ്യമപ്രവർത്തകരായ തീർത്ഥാടകരെ കാണാൻ എത്തിയത്. മുൻകൂട്ടി തയ്യാറാക്കിയ പ്രഭാഷണം കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലും ഉച്ചസമയത്ത് ദീർഘപ്രഭാഷണം നടത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് സരസമായി പറഞ്ഞ് പാപ്പ ഒരു ഹ്രസ്വ സന്ദേശം നൽകുകയാണ് ചെയ്തത്. ജൂബിലിയിൽ പങ്കെടുക്കാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് അപ്പസ്തോലിക ആശീർവാദം നൽകിയ ശേഷം കഴിയുന്നത്ര പേരെ കാണുവാനും അവരോട് നേരിൽ സംസാരിക്കുവാനും മാർപ്പാപ്പ സമയം ചിലവഴിച്ചു. ഉച്ചതിരിഞ്ഞ് റോമിൽ പല ഇടങ്ങളിലായി തയ്യാറാക്കിയ വിവിധ പരിപാടികളിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവസരം ജൂബിലി ആഘോഷത്തിന് എത്തിച്ചേർന്ന മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു. പല വേദികളിലും പല ഭാഷയിലും പല പ്രശസ്തരുടെ വർക്ക്ഷോപ്പുകളും കോൺഫറൻസുകളും സംവാദങ്ങളും അരങ്ങേറി. ഞായറാഴ്ച രാവിലെ മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാനയോടെ മാധ്യമ വിഭാഗം ജൂബിലിയുടെ ഔദ്യോഗിക പരിപാടികൾ സമാപിച്ചു. യുവജന മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയവരെ പരസ്പരം കൂട്ടായ്മയിൽ എത്തിക്കുന്നതിന് സഹായകരമായ രീതിയിലാണ് തയ്യാറാക്കിയിരുന്നത്. നരാരിയു 4 എന്ന പ്രസ്ഥാനത്തിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ വർക്ക്ഷോപ്പ് ഇതിന് വളരെ ഫലവത്തായിരുന്നു. യുവ മാധ്യമ പ്രവർത്തകരുടെ സമാപന യോഗത്തിൽ വത്തിക്കാൻ മാധ്യമ വിഭാഗത്തിന്റെ മേധാവി ഫ്ലാവോ റൂഫീനിയും മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരും പങ്കുചേർന്നത് ജൂബിലിക്കെത്തിയ യുവ കത്തോലിക്ക മാധ്യമ പ്രവർത്തകർക്ക് പ്രചോദനാത്മകമായിരുന്നു. യുവജന വിശ്വാസ തീക്ഷ്ണതയും മാധ്യമരംഗത്തെ പ്രാവീണ്യവും അമ്പരപ്പിക്കുന്നതായിരുന്നുവെന്ന് വത്തിക്കാൻ മാധ്യമ വിഭാഗത്തിന്റെ മേലധികാരികൾ അഭിപ്രായപ്പെട്ടു.